ഇയർ ഈ വീഡിയോയിൽ നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിലെ സെക്ഷൻ 2-ലെ സി പാർട്ടും ഡി പാർട്ടുമാണ്. അതായത് ഫിഗർ 4 എന്ന് പറയുന്നത് ഒരു ആംഗിൾ സെക്ഷനാണ്, ഒരു എൽ സെക്ഷനാണ്. ഇതിൻ്റെ 2C എന്ന് പറയുന്നത് അതിൻ്റെ കമ്പൈൻഡ് ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാനും, നിങ്ങളുടെ 2D സെക്കൻഡിലെ ഡി പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനും ഇതിൻ്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിലെ എ പാർട്ടും ബി പാർട്ടും ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്നൊന്ന് നോക്കാം. ഫസ്റ്റത്തെ എന്താണ് 2C, അതായത് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കമ്പൈൻഡ് സ്ട്രെസ് കണ്ടുപിടിക്കാനാണ്. കമ്പൈൻഡ് സ്ട്രെസ്സിനെ നമുക്ക് സിഗ്മ സി എന്ന് റെപ്രസെൻ്റ് ചെയ്ത്, കമ്പൈൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത് നോർമൽ സ്ട്രെസ്സും ആൽജിബ്രായിക് സം ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് സ്ട്രെസ്സുമാണ്. നോർമൽ സ്ട്രെസ്സും ഉണ്ട്, ബെൻഡിങ് മൊമെൻറ്റ് സ്ട്രെസ്സും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് നോർമൽ സ്ട്രെസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഫോഴ്സിന് എഫ് എന്ന് തന്നെ കൊടുക്കുക, നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ സെക്ഷൻ്റെ സെക്ഷണൽ പ്രോപ്പർട്ടീസ്, എൽ സെക്ഷൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണേ. ഞാൻ ഈ എൽ സെക്ഷനെ 2 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് ഈ റെക്റ്റാങ്കുലർ പാർട്ടും സെക്കൻഡ് ദിസ് റെക്റ്റാങ്കുലർ പാർട്ടും. ഇതിൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു HT പ്ലസ് T ഇൻറ്റു L മൈനസ് T. ഇതിൽ T കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ നമുക്ക് H പ്ലസ് L മൈനസ് T എന്ന് കിട്ടും. ഓക്കെ, ടോട്ടൽ ഏരിയ കിട്ടി. ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ N ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ T ഇൻറ്റു H പ്ലസ് L മൈനസ് T. ഓക്കെ, നോർമൽ ഫോഴ്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ബെൻഡിങ് മൊമെൻ്റ് കാരണം ഉണ്ടാക്കുന്ന സ്ട്രെസ്സ്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് My/I ആണ്. Y എന്ന് പറയുന്നത് Y മാക്സ്, സെൻട്രോയിഡിലേക്കുള്ള ബെൻഡിങ് ഡിസ്റ്റൻസ്. എമ്മിന് നമ്മൾ M തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Y എന്ന് പറയുന്നത് Y മാക്സ് ആണ്, അതായത് നമുക്ക് സെൻട്രോയിഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ആംഗിൾ സെക്ഷൻ്റെ സെൻട്രോയിഡ് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, അതിൻ്റെ ഇക്വേഷൻ എന്താ? Y ബാർ ഇസ് ഈക്വൽ ടു A1Y1 പ്ലസ് A2Y2 ഡിവൈഡഡ് ബൈ A1 പ്ലസ് A2 ആണ്. ഇവിടെ 2 സെക്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഒരു ഫസ്റ്റ് സെക്ഷനും സെക്കൻഡ് സെക്ഷനും. ഫസ്റ്റ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് HT ആണ്, ഇൻറ്റു Y1 എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് H/2 പ്ലസ് സെക്കൻഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത് T ഇൻറ്റു L മൈനസ് T ആണ്. ഏരിയ Y2 എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രോയിഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് T/2 ഹോൾ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് HT പ്ലസ് T ഇൻറ്റു L മൈനസ് T. ഇത് പ്ലസ് ആണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ Y ബാർ എന്ന് പറയുന്നത്, അതായത് സെൻട്രോയിഡിലേക്കുള്ള, ഇപ്പോൾ ഇവിടെ ആയിരിക്കണം അതിൻ്റെ സെൻട്രോയിഡ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ Y ബാറിൻ്റെ വാല്യൂ ആണ് നമുക്ക്, ഈ ഒരു വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയത്. Y മാക്സ് അല്ലെങ്കിൽ Y ബാർ ഫുൾ ഫിഗറിൻ്റെ Y മാക്സ് എന്ന് പറയുന്നത്. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക്, നിങ്ങൾ സോൾവ് ചെയ്യണം എന്നൊന്നുമില്ല, 3 മിനിറ്റിലെ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ Y ബാർ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞാൽ മതി. പിന്നെ Y ബാർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലാതെ ഇത് ഫുള്ള് ഇതിനെ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ എടുത്തിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അവരോട് പറഞ്ഞാൽ മതി. ഇത് സോൾവ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഞാനിങ്ങനെ സോൾവ് ചെയ്യുന്നത് വെറുതെ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒരു ചെറിയ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ Y ബാറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എമ്മിൻ്റെ സ്ഥലത്ത് M എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Y മാക്സിൻ്റെ അടുത്താണ് നമുക്ക് എന്ത് കിട്ടിയത്? ഈ Y ബാറിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ ഈ Y ബാറിൻ്റെ വാല്യൂ. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പിന്നെ I വാല്യൂ ആണ്. I എന്ന് പറയുന്നത് എൽ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൽ സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഈ ലെങ്ത് എന്ന് പറയുന്നത് H, this is L, this is T, this is T. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ സെക്ഷൻ എങ്ങനെ കൺസിഡർ ചെയ്തു? സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ IXX എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് സെക്കൻഡ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ്. അല്ലെ ഫസ്റ്റ് സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്
IG(x1) പ്ലസ് AH² ആയിരിക്കും. IG(x1) എന്ന് പറയുന്നത് സെൻട്രോയിഡിലൂടെയുള്ള ബെൻഡിങ് മൊമെൻറ്റ്, അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യൻ്റെ പോർഷനിൽ നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. L സെക്ഷനും I സെക്ഷനും ഒക്കെ സെയിം പ്രൊസീജിയർ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് BDQ/12 പ്ലസ് ഏരിയ ഇൻറ്റു H എന്ന് പറയുന്നത് y⁻ മൈനസ് y1² ആയിരിക്കും. ബി എന്ന് പറയുന്നത് ഹിയർ T ആണ്, ഡി എന്ന് പറയുന്നത് H³ ആണ്. ഫസ്റ്റ് പാർട്ടിന് ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഏരിയ എന്ന് പറയുന്നത് H ഇൻറ്റു T ആണ്. y⁻ എന്ന് പറയുന്ന വാല്യൂ നമുക്കിപ്പോൾ കിട്ടിയല്ലോ. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ഈ വലിയ y⁻, ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ല, അത് വലിയൊരു ഇക്വേഷനായി മാറും. സോ മൈനസ് y1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റിൻ്റെ y1, ദാറ്റ് ഈസ് h/2, അതിൻ്റെ സ്ക്വയർ. ദിസ് വൺ ഈസ് IXX1. സിമിലർലി വി നീഡ് ടു കാൽക്കുലേറ്റ് IXX2, അതായത് സെക്കൻഡ് സെക്ഷൻ, ഈ സെക്ഷൻ്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് BD³/12 പ്ലസ് A2 ഇൻറ്റു y⁻ മൈനസ് y2². ഇവിടുത്തെ ബി എന്ന് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താ, L-T ഇൻറ്റു ഡെപ്ത് എന്ന് പറയുന്നത് T³ ഡിവൈഡഡ് ബൈ 12 പ്ലസ് ഏരിയ എന്ന് പറയുന്നത് L-T ഇൻറ്റു T ഇൻറ്റു y⁻ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് y⁻ മൈനസ് y2 എന്ന് പറയുന്നത് T/2². ഇത് ചെയ്യുമ്പോൾ നമുക്ക് IXX2 കിട്ടും. ഈ IXX2ൻ്റെ വാല്യൂവും ഈ IXX1ൻ്റെ വാല്യൂവും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ I വാല്യൂ കിട്ടുക, IXX2. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഈ I വാല്യൂ, അതായത് സം ഓഫ് ദിസ് ആൻഡ് സം ഓഫ് ദിസിൻ്റെ വാല്യൂ, I വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൊമെൻറ്റിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, y⁻ വാല്യൂ ഇതാ y⁻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, y⁻max. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, മാക്സിമം വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് കമ്പൈൻഡ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. കമ്പൈൻഡ് സ്ട്രെസ്സിൽ നോർമൽ സ്ട്രെസ് പ്ലസ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സ്ട്രെസ്സാണ് പ്ലസ് ഓർ മൈനസ്. സോ നമുക്ക് അങ്ങനെ നോർമൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ബെൻഡിങ് മൊമെൻറ്റ് സ്ട്രെസ്സാണ്. നമ്മൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ഇങ്ങനെ ആയിരിക്കും വരിക. സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സെൻട്രോയിഡ് കറക്റ്റ് സെൻട്രലല്ല, ഈ ബേസിലുള്ള ഫ്ലാഞ്ചിനോട് ചേർന്നിട്ടാണ് L സെക്ഷൻ വരിക, അല്ല ന്യൂട്രൽ ആക്സിസ് സെൻട്രോയിഡ് വരിക. സോ ന്യൂട്രൽ ആക്സിസ് വിൽ ബി ത്രൂ ദാറ്റ് സെൻട്രോയിഡ്. അപ്പോൾ ഈ മുകളിലത്തെ പോർഷൻ കുറച്ച് ബിഗ് ആയിരിക്കും, കാരണം ന്യൂട്രൽ ആക്സിസിലാണ് 0 വാല്യൂ വരിക. ദിസ് വിൽ ബി കംപ്രഷൻ, ദിസ് വിൽ ബി ടെൻഷൻ. കംപ്രഷൻ വാല്യൂ എന്ന് പറയുന്നത് σn പ്ലസ് σm ആയിരിക്കും. ടെൻഷൻ വാല്യൂ എന്ന് പറയുന്നത് σn മൈനസ് σm ആയിരിക്കും. ദിസ് ന്യൂട്രൽ ആക്സിസ്, ത്രൂ ന്യൂട്രൽ ആക്സിസ് ഇറ്റ് വിൽ ബി മാക്സിമം, ദ വാല്യൂ വിൽ ബി 0. ദിസ് ഈസ് ദ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം, ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം. നെക്സ്റ്റ് നമുക്ക് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ് വരക്കേണ്ടത്. ഷിയർ സ്ട്രെസ് ഓഫ് ആംഗിൾ സെക്ഷൻ ഓർ L സെക്ഷൻ. Okay, this is H, L, T. പിന്നെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞത് കുറച്ച് താഴെ കൂടെയായിരിക്കും പോവുക. ഇവിടെയുള്ള സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാമാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ഫിഗറിൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ബോട്ടം എൻഡിലും ടോപ്പ് എൻഡിലും വാല്യൂസ് 0 ആയിരിക്കും. ഈ ഒരു സെക്ഷനിൽ എന്ന് പറയുന്നത് കുറച്ചായിരിക്കും, കാരണം ഇവിടെ 2 വിഡ്ത്തുണ്ട്. ഈ വിഡ്ത്തും നമുക്ക് കൺസിഡർ ചെയ്യുക, ഈ വലിയ വിഡ്ത്തും കൺസിഡർ ചെയ്യുക. സോ ദർ വിൽ ബി ഈ സെക്ഷനിൽ, അതായത് ഇതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ സെക്ഷനിൽ 2 വാല്യൂ ഉണ്ടാവും ടോക്ക്, ദീസ് 2 വാല്യൂസ്. ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും, ദിസ് ടോ 1 ആണെന്നുണ്ടെങ്കിൽ ടോ 2 ഉണ്ടാവും, ടോ 3 ഉണ്ടാവും. ആൻഡ് ഓൾസോ എ മാക്സിമം വാല്യൂ അറ്റ് ന്യൂട്രൽ ആക്സിസ്, ദാറ്റ് ഈസ് ടോ 4. ദെൻ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ടു 0, ദാറ്റ് ഈസ് ടോ 5. ടോ 5ൻ്റെ വാല്യൂവും ടോ 1ൻ്റെ വാല്യൂവും 0 ആയിരിക്കും എൻഡ് ആയതുകൊണ്ട്.
ഓക്കെ. ഈ സെക്ഷൻ ടോ 2 ആൻഡ് ടോ 3 ശ്രദ്ധിക്കുക, സെയിം സെക്ഷനിൽ 2 ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഉണ്ടാവും. ആൻഡ് ഓൾസോ ദിസ് ടോ 4 ഈസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് അറ്റ് ന്യൂട്രൽ ആക്സിസ്. നമുക്ക് ഈ ടോ 2, ടോ 3, ടോ 4ൻ്റെ വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനനുസരിച്ചുള്ള ഫിഗറാണ് നമുക്കിവിടെ വരക്കേണ്ടത്. ഇതൊരു നോർമൽ സ്ട്രെയിറ്റ് ലൈൻ ആവില്ല, ഒരു കർവ്ഡ് ഡിക്രീസ് ആയിരിക്കും കേട്ടോ വരിക. ടോ 2 ആൻഡ് ടോ 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. മുന്നേ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടോ 2 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വി ക്യു ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ബി. ടോ 2 ഓർ ടോ 3 രണ്ടും സെയിം സെക്ഷനാണ്. അതായത് ഇങ്ങനൊരു എൽ സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടോ 2, ടോ 3 എന്ന് പറയുന്നത് നമ്മളുടെ സെക്ഷൻ ഇവിടെയാണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മളുടെ സെക്ഷൻ ഈ ഏരിയ കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ വേണ്ട, ഇതിൻ്റെ നമ്മളെവിടെയാണോ സെക്ഷൻ കൺസിഡർ ചെയ്തത് അതിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്തു. ഓക്കെ, മുകൾ ഭാഗത്ത് എവിടെയാണോ സെക്ഷൻ കൺസിഡർ ചെയ്തത് അതിൻ്റെ മുകളിലുള്ള ഏരിയ കൺസിഡർ ചെയ്തു. മുകളിലുള്ള ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെക്ഷനാണ് കിട്ടിയത്. ഇവിടുത്തെ ഏരിയാസും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. വി എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആണ്. ഇതിൽ ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയയാണ്. ക്യൂവിൻ്റെ പേരാണ് ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയ. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത റീജിയൻ്റെ ഏരിയൻ്റെ ഫസ്റ്റ് മൊമെൻ്റ് ഓഫ് ഏരിയയാണ്. അതിൻ്റെ ഇക്വേഷനാണ് എ വൈ ബാർ. എ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്ത സെക്ഷൻ്റെ ഏരിയ, ദാറ്റ് ഈസ് എച്ച് ഇൻറ്റു ടി ഇൻറ്റു വൈ ബാർ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്ത സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷൻ്റെ സെൻട്രോയിഡും നമ്മളുടെ നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷനും ഉണ്ടല്ലോ, ഓക്കെ, ഈ സെൻട്രോയിഡും ഒറിജിനൽ സെൻട്രോയിഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ഒറിജിനൽ സെൻട്രോയിഡ് ന്യൂട്രൽ ആക്സിസ്. നമ്മളുടെ ഫിഗറിൻ്റെ സെൻട്രോയിഡും ഒറിജിനൽ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മളിവിടെ വൈ ബാർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ വാല്യൂനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ആ ഒരു ടേം, ഈ ഒരു ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷൻ്റെ സെൻട്രോയിഡും ഒറിജിനൽ ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക വൈ ബാർ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഹിയർ ഇറ്റ് ഈസ് ടി, ദിസ് ഇസ് h minus t by 2 divided by 2. So this total distance is t plus h minus t by 2. ആ ടോട്ടൽ ഡിസ്റ്റൻസ് നിന്ന് ന്യൂട്രൽ ആക്സിസിൻ്റെ ഈ വൈ ബാർ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഒരു വൈ ബാർ. വേർ ഇസ് ദ വൈ ബാർ ഡിസ്റ്റൻസ്? ഈ ഡിസ്റ്റൻസ് വൈ ബാർ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. അതായത് ഈ ന്യൂട്രൽ ആക്സിസും ഇതിൻ്റെ സെൻട്രോയിഡും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഈ ഒരു കുഞ്ഞ് ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ടി പ്ലസ് എച്ച് മൈനസ് ടി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടിയ വൈ ബാർ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുക. ഈ വൈ ബാർ അല്ല, അത് വൈ ഡാഷ് നിർത്തും. ഈ ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുമ്പോഴാണ് വൈ ബാർ കിട്ടുക. ദിസ് ഈസ് ദ ക്യൂ വാല്യൂ. ഓക്കെ, ഇനി അടുത്തത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വി ഓൾറെഡി ഗെറ്റ് IXX1 പ്ലസ് IXX2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ബെൻഡിങ് സ്ട്രെസ്സിന്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ് ബീൻ്റെ വാല്യൂ ആണ്. ബിക്ക് ഇവിടെ 2 വാല്യൂ ഉണ്ട്. ഈ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ ബി മേ ബി ഈ വിഡ്ത്ത്, ദാറ്റ് ഈസ് ടി എന്ന് പറഞ്ഞ വിഡ്ത്ത് ആവുക, ഓർ ബി മേ ബി ഈ ഫുൾ വിഡ്ത്ത് എൽ എന്ന് പറഞ്ഞ ലെങ്ത് ആവുക. ഈ ബിക്ക് ടി എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവും, എൽ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടാവും. ഡിനോമിനേറ്ററിലാണ് ഈ ബി വരുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ വലിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ റിസൾട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും വരിക. അപ്പോൾ ടോ 2 ആൻഡ് ടോ 3 ആണ്. ടോ 2ൻ്റെ വാല്യൂ ആണ് ചെറുത്. ഈ ചെറിയ വാല്യൂ കിട്ടുന്നത് ബീൻ്റെ വാല്യൂ വലുത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ബീൻ്റെ വാല്യൂ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോ 2ൻ്റെ വാല്യൂ കിട്ടും,
ബീൻ്റെ വാല്യൂ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോ 3ൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. സോ വി ക്യാൻ റൈറ്റ് ടോ 2 is equal to വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ബി എന്ന് പറയുന്നത് എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ടോ 3 എന്ന് പറയുന്നത് വി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, വിൻ്റെ ക്യൂൻ്റെ ഐൻ്റെ ടീൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ വാല്യൂസ് കിട്ടും. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്കിനി ടോ 2 കിട്ടി, ടോ 3 കിട്ടി, ഇനി ടോ 4 അതായത് മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിലാണ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് ഉണ്ടാവുക. സോ ദ സെക്ഷൻ വിൽ ബി അറ്റ് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസിലാണ് നമ്മൾ സെക്ഷൻ ഉള്ളത്. ദിസ് ഈസ് ന്യൂട്രൽ ആക്സിസ്. ന്യൂട്രൽ ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ വി ഷുഡ് കൺസിഡർ ദ ഏരിയ എബോവ് ദ സെക്ഷൻ. ഇവിടെ തൊട്ട് ഇത്ര വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ബാർ ആണ്. വൈ ബാർ ഡിസ്റ്റൻസ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച വൈ ബാർ. അപ്പോൾ ബാക്കിയുള്ള റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരിക? എച്ച് മൈനസ് വൈ ബാർ. ഓക്കെ, ഇതിൻ്റെ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് വി ക്യൂ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ബി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ ടേംസും എന്തായിരിക്കും വരിക? ഐ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തത്. ബി എന്ന് പറയുന്നത് സെക്ഷൻ ഐ കൂടെയാണോ പാസ് ചെയ്യുന്നത് അവിടുത്തെ വിടുത്ത്. ഇവിടുത്തെ ബി എന്ന് പറയുന്നത് ഈ വിടുത്തായിരിക്കും, ദാറ്റ് ഈസ് ടി. വിക്ക് വി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ ഡിഫറൻസ് ഉള്ളത് എന്ത് മാത്രമാണ്? ക്യൂവിൻ്റെ വാല്യൂ മാത്രമാണ്. ദാറ്റ് ഈസ് ക്യൂ ക്യാൻ ബി റിട്ടൺ ആസ് എ വൈ ഡാഷ്. എ എന്ന് പറയുന്നത് എന്താ? ഏരിയ ഓഫ് ദ സെക്ഷൻ. വി ക്യാൻ റൈറ്റ് ഏരിയ ഓഫ് ദ സെക്ഷൻ ആസ് ടി ഇൻറ്റു എച്ച് മൈനസ് വൈ ബാർ. ഏത് സെക്ഷനാണോ അതിൻ്റെ ഏരിയ. ദിസ് ഇസ് എച്ച് മൈനസ് വൈ ബാർ. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് വൈ ഡാഷ്. വൈ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്ത സെക്ഷനും സെക്ഷൻ്റെ സെൻട്രോയിഡും ഈ ഒറിജിനൽ ന്യൂട്രൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഈ വൈ ഡാഷ് എന്ന് പറയുന്നത്. ആ വൈ ഡാഷിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെ നമുക്ക് ഈ വൈ ഡാഷിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിൽ നിന്ന് ഇത്ര വരെയുള്ള ഡിസ്റ്റൻസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസ് കിട്ടും, വൈ ഡാഷ്. അപ്പോൾ ആദ്യം യെല്ലോ കളറിൽ കാണിച്ചു തരുന്ന ആ മെഷർമെൻറ്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇത്രയും വരെ വൈ ബാറാണ്, അതായത് ഇത്രയും വരെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ബാറാണ്. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വൈ ബാർ പ്ലസ് എച്ച് മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ 2 ആണ്. വൈ ബാർ പ്ലസ് എച്ച് മൈനസ് വൈ ബാർ പ്ലസ് 2 ആണ്. സോ എച്ച് മൈനസ് വൈ ബാർ ബൈ 2 ആയിരിക്കും ഈ ഡിസ്റ്റൻസ് കിട്ടുക. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് മൈനസ് വൈ ബാർ ഡിവൈഡഡ് ബൈ 2. അത് വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും, ഇത് ന്യൂമറിക്കൽസ് ആകുമ്പോൾ. സോ എ ഇൻറ്റു വൈ ബാർ ചെയ്യുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ എ ഇൻറ്റു വൈ ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് ക്യൂവിൻ്റെ വാല്യൂ കിട്ടും. ആ ക്യൂവിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ക്യൂ മാക്സ്, ദാറ്റ് ഈസ് ടോ 4. അങ്ങനെ മാക്സിമം ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. ആ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ടോട്ടൽ വാല്യൂ. ഇവിടെ ഫുൾ ന്യൂമറിക്കൽസും ഫുൾ റൈറ്റ് ചെയ്തും ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. വൈ ബാർ കണ്ടുപിടിച്ചാൽ മതി. ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാം. 3 മിനിറ്റ്സ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയുമ്പോൾ മാക്സിമം ഇത്രയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.